നമസ്കാരം. പ്രമേഹം മാറ്റുന്നത് എങ്ങനെ എന്നാണ് വിശദീകരിക്കുന്നത്. ഒരു കാര്യം ആമുഖത്തിൽ പറയട്ടെ. ഇതിൽ പറയുന്ന രീതിയിലുള്ള ഭക്ഷണം ശീലിക്കുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അവസ്ഥ വളരെ അധികം കുറയുകയും ചെയ്യും. അതുകൊണ്ട് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം കൂടി സ്വീകരിച്ചു വേണം ഇതിൽ പറയുന്ന മാർഗങ്ങൾ അവലംബിക്കുവാൻ. റിവേഴ്സ് ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്ന സംശയമാണ്, ഡോക്ടറെ, ഡയബറ്റീസ് മാറുമോ? മാറിയവരുണ്ടോ? തീർച്ചയായും ഡയബറ്റീസ് പലരിലും മാറിയ നിരവധി ആളുകളുണ്ട്. സമൂഹത്തിൽ മഹാഭൂരിപക്ഷം പേർക്കുമുള്ളത് ആന്തരിക ശരീര കൊഴുപ്പ് കൂടുന്നത് നിമിത്തം വരുന്ന ഡയബറ്റീസ് ആണ്. ഈ ഡയബറ്റീസ് മാറും. മറ്റു തരത്തിലുള്ള ഡയബറ്റീസ് ആണെങ്കിൽ അവ ഗണ്യമായി കുറയും. വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് നാം അറിയേണ്ടത്. ഇതിന് തെളിവുണ്ടോ? തീർച്ചയായിട്ടും 2017 ലോകത്തെ പ്രമേഹ ചികിത്സാ രംഗത്തെ മാറ്റിമറിക്കുന്ന വിപ്ലവകരമായ ഒരു ഗവേഷണ ഫലം ലോക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. മൈക്ക് ലീൻ, റോയ് ടൈലർ എന്ന 2 ശാസ്ത്രജ്ഞർ യുണൈറ്റഡ് കിങ്ഡമിലെ 300-ലധികം രോഗികളിൽ നടത്തിയ പഠനത്തിൽ പകുതിയോളം പേർക്ക് അവർ ഏറ്റവും നല്ല മരുന്നുകൾ നൽകി, പകുതി പേർക്ക് നല്ല ഭക്ഷണം വഴി, അതായത് 800 കലോറി ഭക്ഷണം വഴി ശരീരഭാരം കുറയ്ക്കുവാൻ ഉദ്യമിച്ചു. ഇവരിലെ എല്ലാ മരുന്നുകളും അവർ നിർത്തി. 1 മുതൽ 6 വർഷം ഡയബറ്റീസ് ഉണ്ടായിരുന്നവരാണ്. നല്ല ഭക്ഷണം വഴി ശരീരഭാരം കുറച്ചവരിൽ 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് 46% പേർക്കും ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. 15 കിലോയിലധികം ഭാരം കുറച്ചുവെങ്കിൽ 86% പേർക്കും മരുന്നില്ലാതെ അവരുടെ പ്രമേഹം നിയന്ത്രണത്തിലായിരുന്നു. അങ്ങനെ മരുന്നില്ലാതെ തന്നെ പ്രമേഹം മാറ്റുവാൻ സാധിക്കും എന്നവർ തെളിയിച്ചു. അതേ തുടർന്നാണ് ലോകത്താകമാനം റിവേഴ്സ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് റെമിഷൻ എന്ന ചികിത്സാ രീതിക്ക് കൂടുതൽ പ്രാമുഖ്യം കൈവന്നത്. ഞങ്ങളും സ്ട്രക്ചേർഡ് ലൈഫ് സ്റ്റൈൽ ഇന്റർവെൻഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്ലിം എന്ന് വിളിക്കുന്ന ഒരു ടെക്നിക്ക് 2018 തുടങ്ങി. വളരെ ലളിതമായ ഭക്ഷണ ക്രമീകരണത്തിലൂടെ അതിനോടൊപ്പം വ്യായാമവും പരിശീലിപ്പിച്ച് പേഷ്യൻസിന്റെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുന്ന പ്രക്രിയയായിരുന്നു ഇത്. കേവലം 3 മാസം കൊണ്ട് തന്നെ 86% പേർക്ക് അല്പമെങ്കിലും ഭാരം കുറയുകയും 72% പേരുടെ മരുന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്യുവാൻ സാധിച്ചു. 2019 ഞാൻ എഴുതി മനോരമ പ്രസിദ്ധീകരിച്ച പുസ്തകം പ്രമേഹം മാറാൻ നല്ല ഭക്ഷണം, ആ പുസ്തകത്തിനുള്ളിൽ ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്. അതെന്താണ് എന്ന് ചുരുക്കി പറയുകയാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ ചെയ്യുന്നത്. വളരെ ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നാം പ്രമേഹം മാത്രമല്ല, പ്രമേഹത്തോടൊപ്പമുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾ, അതായത് അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഇവയെല്ലാം ഒറ്റ കുടുംബാംഗങ്ങളാണ്. ഏത് കുടുംബം? ജീവിതശൈലി രോഗങ്ങൾ. എന്ത് ജീവിതശൈലി? തെറ്റായ ജീവിതശൈലി, ബാഡ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ബാഡ് ലൈഫ് സ്റ്റൈൽ വന്നാൽ ഡിസീസ് വരും. ബാഡിന്റെ റിവേഴ്സ് എന്താണ്? ഗുഡ് ലൈഫ് സ്റ്റൈൽ ആക്കിയാൽ ഡിസീസ് മാറും. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നന്നാക്കണം. ഇത് നമുക്ക് ഇന്നത്തെ ലോകത്ത് ശീലിക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം പ്രധാനമായി നമുക്ക് ഊർജം നൽകുന്നു. ഊർജത്തിന്റെ അളവാണ് കലോറി. നമുക്ക് ആവശ്യമുള്ള ഊർജം മാത്രമേ നാം കഴിക്കാവുള്ളൂ. സാധാരണ നമ്മളെപ്പോലുള്ള ഒരാൾക്ക് 1500 മുതൽ 2000 കലോറി ഊർജം ആണ് ഒരു ദിവസം ആവശ്യം. ഒരു 1800 എന്ന് കൂട്ടിക്കോളൂ. പക്ഷെ അത്രയും ഊർജം നാം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് വീണ്ടും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1000-1400 കലോറി, അതായത് ആവശ്യത്തിൽ ഒരു അല്പം താഴെ ഊർജം നാം കഴിക്കുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ആവശ്യമുള്ള ഊർജം കഴിക്കുക. കൗണ്ട് യുവർ കാലറീസ്. രണ്ടാമത് നാം അറിയേണ്ടത്, ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി 3 വലിയ സാധനങ്ങളാണ്: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. പിന്നെ നാരുകളുണ്ട്, ഫൈബർ, ചെറിയ അളവിൽ വിറ്റാമിൻ, മിനറൽ. ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റിൽ നിന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എത്ര വേണം എന്നുള്ള പ്രപ്പോർഷൻ അത് കറക്റ്റ് ആയിരിക്കണം. കാർബോഹൈഡ്രേറ്റ് ദഹിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഷുഗറാണ്. ഈ ഷുഗറാണ് നമ്മുടെ ഇന്ധനം. നമ്മുടെ എല്ലാ കോശങ്ങൾക്കും ഷുഗർ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ കോശങ്ങൾക്ക് അതിൻ്റെ പ്രക്രിയകളെല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ആ ഷുഗർ പരിമിതമായി മാത്രമേ ഉള്ളിൽ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് നാം ഒരു ദിവസം കഴിക്കാൻ പോകുന്ന 1000 അല്ലെങ്കിൽ 1500 കലോറിയിൽ
പകുതി അളവ്, അതായത് 50% മാത്രമേ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരാവുള്ളൂ. കാരണം അത് ദഹിച്ചാൽ ഷുഗർ ആകും എന്നുള്ളത് കൊണ്ട് ഷുഗറിന്റെ അളവ് കൂടാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, കൗണ്ട് യുവർ കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ് നോക്കി കഴിക്കുക, അല്ലെങ്കിൽ അന്നജം നോക്കി കഴിക്കുക. മൂന്നാമത്തെ കാര്യം, പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ മാംസപേശികൾ ഉണ്ടാക്കാൻ, ശരീരത്തിലെ അവയവങ്ങൾ, ഇതെല്ലാം പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിൽ പ്രോട്ടീൻ 20% കലോറി പ്രോട്ടീനിൽ നിന്ന് വരണം. അപ്പൊ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. നാലാമത്, കൊഴുപ്പ് അഥവാ ഫാറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നല്ല കൊഴുപ്പ് അല്ലെങ്കിൽ അപൂരിത കൊഴുപ്പ് നമുക്ക് വേണം. കോശങ്ങളുടെ ആവരണം, ഹോർമോണൊക്കെ ഉണ്ടാക്കാൻ ശരീരത്തിന് പൂരിത കൊഴുപ്പ് കഴിയുന്നതും ഒഴിവാക്കണം. അപ്പൊ ഇതാണ് 4 ഫുഡ് പ്രിൻസിപ്പിൾസ്. 1, കൗണ്ട് യുവർ കാലറീസ്, ഊർജ്ജം അറിഞ്ഞു കഴിക്കൂ. 2, കൗണ്ട് യുവർ കാർബോഹൈഡ്രേറ്റ്സ്, മധുരമറിഞ്ഞ് അല്ലെങ്കിൽ അന്നജമറിഞ്ഞ് കഴിക്കൂ. 3, ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കൂ. 4, നല്ല ഫാറ്റ് കഴിക്കൂ. അങ്ങനെയാണെങ്കിൽ നാം സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇത് ഓരോന്നും എത്രയുണ്ടെന്ന് അറിഞ്ഞാൽ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഭക്ഷണം കഴിക്കണ്ട എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അത് പ്രമേഹം ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും എല്ലാ പേരും ഈ നല്ല ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത്. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ പ്രമേഹ രോഗനിരക്ക് വളരെ വർദ്ധിച്ചിരിക്കുന്നു. അടുത്തിടയ്ക്ക് ICMR പഠനം വന്നപ്പോൾ മുതിർന്ന ആൾക്കാരിൽ 40-ന് മുകളിലുള്ള 83% പേർക്ക് ഇതിലേതെങ്കിലും ഒരു രോഗമുണ്ടെന്നാണ് കണ്ടത്. 1972 ഇത് ഇന്ത്യയിലെ പ്രമേഹ രോഗനിരക്ക് കേവലം 2% അപ്പോൾ ഇത്രയധികം രോഗങ്ങൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ പോരായ്മ കൊണ്ടും വ്യായാമത്തിന്റെ അപര്യാപ്തത കൊണ്ടുമാണ് എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മധുരമടങ്ങിയ 5 ഭക്ഷണങ്ങളാണുള്ളത്. 1, മധുരം, അതായത് പഞ്ചസാര പോലെയുള്ള മധുര പദാർത്ഥങ്ങൾ. അതിലേതാണ്ട് 100% ഷുഗറാണ്, 400 കലോറി ഊർജ്ജമാണ്. അതായത് ഷുഗറും അതുപോലെ കലോറിയും കൂടുതൽ ഉള്ള ഭക്ഷണമാണ് മധുരം. അതുകൊണ്ട് അത് കഴിച്ചുകൂടാത്ത ഭക്ഷണമാണ്. രണ്ടാമത്തത് ധാന്യങ്ങൾ. ഇതാണ് പലർക്കും അറിയാത്തത്. ധാന്യങ്ങളിൽ 65 മുതൽ 80% ഷുഗറാണ്. അതുകൊണ്ട് അതിലെ ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഊർജം ഏതാണ്ട് 100 ഗ്രാമിൽ 350 കലോറി വരും. അപ്പൊ അതും ഊർജവും ഷുഗറും കൂടിയ ഭക്ഷണമാണ്. അതുകൊണ്ട് ധാന്യങ്ങൾ നന്നേ കുറയ്ക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഷുഗർ ഭക്ഷണമാണ് ഫ്രൂട്ട്സ്. അതിൽ 5 മുതൽ 15 ഷുഗറേ ഉള്ളൂ. കലോറി ഏതാണ്ട് 50-60 കലോറിയേ ഉള്ളൂ 100 ഗ്രാമിൽ. അതുകൊണ്ട് താരതമ്യേന കലോറി കുറവാണ്, അതുപോലെ ഷുഗർ കുറവാണ്, ധാരാളം വിറ്റാമിൻ മിനറൽ ഉണ്ട്. ഫ്രൂട്ട്സ് നല്ല ഭക്ഷണമാണ്. പക്ഷെ അധികം കഴിക്കരുത്, അധികം പഴുക്കരുത്. കഴിയുന്നതും ഇടനേരങ്ങളിൽ കഴിക്കുക. ഫ്രൂട്ട് ജ്യൂസ് ഒഴിവാക്കുക. നാലാമത്തതാണ് മാജിക് ഭക്ഷണം. എത്ര കഴിച്ചാലും ഷുഗർ കൂടാത്ത ഭക്ഷണം, അത് പച്ചക്കറികളാണ്. 100-ൽ 5 ഗ്രാം ഷുഗറേ ഉള്ളൂ, കേവലം 20 കലോറിയേ ഉള്ളൂ. ധാരാളം വിറ്റാമിനും മിനറലും അതിലുണ്ട്. അതുകൊണ്ട് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ധാരാളം പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു ഭക്ഷണത്തിൽ കൂടി ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അത് പയറ്, പരിപ്പ്, കടല തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പക്ഷേ അതിൽ 48-50% ഷുഗർ ഉണ്ടെങ്കിലും 20%-ലധികം പ്രോട്ടീനും കൂടിയുണ്ട്. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞതിലൊന്നും പ്രോട്ടീൻ ഇല്ല. അതുകൊണ്ട് പയറ്, പരിപ്പ്, കടല തുടങ്ങിയവ നല്ല ഭക്ഷണമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ നാം അത് ഉൾപ്പെടുത്തേണ്ടതാണ്. മീൻ, മുട്ട, ഇറച്ചി തുടങ്ങിയവയിൽ ഷുഗർ ഇല്ല. അതിൽ നല്ല പ്രോട്ടീനും നല്ല ഫാറ്റുമാണുള്ളത്. പൂരിത കൊഴുപ്പടങ്ങിയ പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ് പോലെയുള്ളവ പരിമിതപ്പെടുത്തുകയും മത്സ്യവും അതുപോലെ മുട്ടയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ കൊഴുപ്പില്ലാത്ത മാംസവും. മുട്ടയുടെ മഞ്ഞ 1 പരിമിതപ്പെടുത്തുക, വെള്ള 1-ലധികം കഴിക്കാവുന്നതാണ്. നട്ട്സ് ആൻഡ് സീഡ്സ് നല്ല ഭക്ഷണമാണ്. അതിനകത്ത് നല്ല കൊഴുപ്പും നല്ല പ്രോട്ടീനുമാണ് ഉള്ളത്. പക്ഷെ ഊർജ്ജം വളരെ കൂടുതലാണ്. 100 ഗ്രാമിൽ ഏതാണ്ട് 575 മുതൽ 600 കലോറി ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം 1 പിടി നട്ട്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. എണ്ണയിൽ മുഴുവൻ കൊഴുപ്പാണ്. ഏതാണ്ട് 800 മുതൽ 900 കലോറി ഉണ്ട്. അതുകൊണ്ട് ഊർജ്ജം വളരെ കൂടുതലാണ്. വിറ്റാമിൻ മിനറലൊന്നും അതിലില്ല. അതുകൊണ്ട് അത് വളരെ പരിമിതമായി ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ് നല്ല ഭക്ഷണം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നാം തീരുമാനിക്കുമ്പോൾ അടിസ്ഥാനമാക്കുന്ന മാനദണ്ഡങ്ങൾ. ഇവയെല്ലാം കണക്കിലെടുത്ത് നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാം. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുന്നു, അതിൽ പകുതി പച്ചക്കറികൾ എടുക്കുന്നു, 1/4 ഭാഗത്ത് പ്രോട്ടീൻ, പയറ്, പരിപ്പ്, കടല, മുട്ടവെള്ള, ചിക്കൻ, മീൻ തുടങ്ങിയവ എടുക്കുന്നു, നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കുന്നു. ധാന്യങ്ങൾ പ്ലേറ്റിന്റെ 1/4 ഭാഗത്തേക്ക് പരിമിതപ്പെടുത്തുന്നു. ഓരോ നേരവും നാം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ, ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സോ നട്ട്സോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണം നല്ലതാകുന്നു. നമ്മുടെ ഭക്ഷണം നല്ലതാവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറഞ്ഞു തുടങ്ങുന്നു.
പുരുഷന്മാരിൽ 25% താഴെയും സ്ത്രീകളിൽ 32% താഴെയുമായിരിക്കണം ശരീരഭാരത്തിൽ കൊഴുപ്പിന്റെ അളവ്. അതിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഗണ്യമായി കുറയുകയോ മാറുകയോ ചെയ്യും. അതുപോലെ ഒരു ടേപ്പ് എടുത്ത് അളക്കുകയാണെങ്കിൽ ഉദര ചുറ്റളവ് സ്ത്രീകളിൽ 80 സെന്റിമീറ്ററിൽ താഴെയും പുരുഷന്മാരിൽ 90 സെന്റിമീറ്ററിൽ താഴെയും നിർത്തുവാൻ ശ്രദ്ധിക്കണം. അത് വളരെ കൂടുതലാണെങ്കിൽ ഏതാനും സെന്റിമീറ്റർ കുറയുന്നത് തന്നെ വലിയ ആശ്വാസം നൽകും. നല്ല ഭക്ഷണത്തെ പോലെ പ്രധാനമാണ് നല്ല വ്യായാമം. അതിനെന്താണ് ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഒരു 1/2 മുതൽ 3/4 മണിക്കൂറെങ്കിലും കിതയ്ക്കുന്ന, വിയർക്കുന്ന, നെഞ്ചിടിക്കുന്ന വ്യായാമം ചെയ്യുക. അതിനെയാണ് നമ്മൾ എയറോബിക് എക്സസൈസ് എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മസിൽ വ്യായാമങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ മാംസപേശികൾ കൂട്ടുകയും കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ ഗണ്യമായി കുറയുകയോ മാറുകയോ ചെയ്യും. ഇനി അഥവാ ഇതുവഴി മാത്രം ഷുഗർ നിയന്ത്രണത്തിലാകുന്നില്ല എങ്കിൽ മരുന്നുകൾ ആവശ്യം വന്നേക്കാം. ഈ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ പ്രമേഹം വരാതിരിക്കുവാനോ വന്നവരിൽ ഗണ്യമായി അത് കുറയ്ക്കുവാനോ മാറ്റുവാനോ ഇനി എല്ലാ പേരിലും സങ്കീർണതകൾ ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കും.